ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ്. ഒരു വേപ്പില ചിക്കൻ പെരട്ടാണിത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം 4 എണ്ണം വീതം, 10 വറ്റൽമുളക്, 1 കപ്പ് കറിവേപ്പില, പിന്നെ മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിക്ക് കുറച്ച് വറവ് കൂടുതലായിരിക്കും, അതുകൊണ്ട് മല്ലി ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ജീരകങ്ങളും പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലി ഒന്നായി വന്നതിന് ശേഷം ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട ചെറിയ 4 കഷ്ണമാണ് എടുത്തത്. എല്ലാം 4 എണ്ണം വീതമാണ് എടുത്തത്. പട്ട തിക്നെസ് കുറഞ്ഞ ടൈപ്പ് പട്ടയാണ്. കൂടുതൽ തിക്നെസ് ഉള്ള ടൈപ്പാണെങ്കിൽ ഒരു 3 കഷ്ണം എടുത്താൽ മതിയാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. അതെല്ലാം നന്നായിട്ട് വറുത്ത് കഴിയുമ്പം മുളക് ഇട്ട് കൊടുക്കാം. മുളക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം വറുത്ത് വെച്ചതായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വറുത്തെടുക്കുന്നത്. മുളകും ഒന്ന് നന്നായിട്ട് ക്രിസ്പായി വരുമ്പം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ എല്ലാം കരിഞ്ഞു പോവും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കറിവേപ്പില കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇത് വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ്. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ നേരത്തെ കഴുകി വറുത്ത് വെച്ചതായിരുന്നു. എന്നാലും കുറച്ച് വെള്ളം ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും. കൈകൊണ്ടൊന്ന് ഇങ്ങനെ മാറ്റി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ കളറ് മാറി നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. അതും കൂടെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഓഫാക്കിയിട്ടുണ്ട് ഞാൻ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതത് മാറ്റി വെക്കാം. ഗ്രേവിക്ക് വേണ്ടി 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി, 1 കിലോ ചിക്കൻ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാൻ എടുത്തത്. 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയെടുക്കണം. ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നതാണ്. അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് നേരം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെക്കണം. ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം തുറക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണിത്. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 1 കിലോ ചിക്കൻ കറി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. നന്നായിട്ട് കഴുകി വാർത്തെടുത്തതാണ്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ പെരട്ടുണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കനും നന്നായിട്ട് വെള്ളം വാർത്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇതിൽ മസാലപ്പൊടികളൊന്നും വേറെ നമ്മൾ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ചിക്കൻ നിൽക്കുന്ന വെള്ളം ഇറങ്ങി വരുന്നവരെ ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ മസാലപ്പൊടിക്ക്, നല്ല ടേസ്റ്റുമാണ്. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം നമുക്ക്. 10 മുതൽ 12 മിനിറ്റ് വരെയൊക്കെ കുക്ക് ചെയ്താൽ നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ അടി പിടിക്കുന്നൊന്ന് ശ്രദ്ധിക്കണം. ചിക്കൻ തന്നെ ഇറങ്ങി വരുന്ന വെള്ളം മതിയാവും ഇത് കുക്കാവാൻ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പും എരിവൊക്കെ നല്ല പാകമാണ്. അതുകൊണ്ട് ഇനിയും അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. ആകെ ഒരു 12 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഇങ്ങനെ എല്ലൊക്കെ വിട്ട് വരുന്ന രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. പത്തിരി, ചപ്പാത്തി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെയും സൈഡായിട്ട് പറ്റുന്ന നല്ലൊരു കറിയാണ്. കറിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് നല്ല ഡിഫറെൻ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.